നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെള്ളപ്പാണ്ടിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് ഹോളിസ്റ്റിക് മെഡിസിൻ ആൻഡ് സ്ട്രെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രാജേഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് നമസ്കാരം. സാർ, ഈ വെള്ളപ്പാണ്ട് നമുക്കറിയാം, ഒരുപാട് പേര് ഈ വെള്ളപ്പാണ്ടുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പല തരത്തിലുള്ള പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും അത് ഒരു കുറവിലേക്ക് എത്തപ്പെടുന്നില്ല. ചില ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോൾ അത് കുറച്ച് കുറഞ്ഞു വരും, വീണ്ടും പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് വരും. നമ്മൾ കേരളത്തിൽ ഈ വെള്ളപ്പാണ്ട് എത്രത്തോളം കോമൺ ആണ് ജനങ്ങളുടെ ഇടയിൽ? കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് ഒരു 20 വർഷം മുമ്പത്തെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു 1% ആൾക്കാർക്കാണ് 1%-നാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷങ്ങളിലായി ഇതൊരു 1%-ത്തിൽ നിന്ന് 15%-ഓളം ആൾക്കാരിലേക്ക് ഇത് കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്കെല്ലാവരും ചെറിയുന്ന ഒരു വലിയ രീതിക്കുള്ള വെള്ളപ്പാണ്ട് എന്ന ലെവലിലാവണമെന്നില്ല. കയ്യിലോ കാലിലോ വരുന്ന ചെറിയ പൊട്ട് മുതൽ വലിയ രീതിക്ക് ഉള്ള നിറവ്യത്യാസം പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തിൽ പുറത്ത് കാണത്തക്ക രീതിയിൽ വരാത്തടത്തോളം കാലം നമ്മൾ പൊതുജനങ്ങൾ അറിയുകൂടിയില്ല. പലരും ശരീരത്തിൽ ഇത് വന്ന് 3 മുതൽ 5 വർഷം വരെ ഒരുപക്ഷെ ശരീരത്തിൽ തിരിച്ചറിയപ്പെടാതെ കാണാറുണ്ട്. ചിലവർക്ക് കൈകളിലോ കാലുകളിലോ വരുന്ന മുറിവ് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ നിറം മാറി വരാറുണ്ട്. ആൾക്കാർ പലപ്പോഴും അത് ലിക്കോഡെർമ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടാണെന്ന് തിരിച്ചറിയില്ല, പകരം മുറിവ് ഉണങ്ങിയ പാടാണ് എന്ന് വിചാരിച്ചിരിക്കാറുണ്ട്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 1%-ത്തിൽ നിന്ന് അത് കൂടി 15%-ത്തിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ? ജെന്യൂനായിട്ട് എന്തെങ്കിലും റീസൺ കണ്ടെത്തിയിട്ടുണ്ടോ? ഇതുവരെയും ല്യൂക്കോഡെർമയ്ക്ക് ഒരു കൃത്യമായ കാരണം വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഒരു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ട്രെസ് ഒരു പ്രധാന ഫാക്ടറായി കണ്ടിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമുള്ള ഏതെങ്കിലും ഫാമിലിയിലുണ്ടെങ്കിൽ അത് തുടർച്ചയായി കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്ട്രെസ്സ് തന്നെയാണ് ജീവിതത്തിലുള്ള സാഹചര്യങ്ങളിൽ വരുന്ന സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെ ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരിക്കലും ല്യൂക്കോഡെർമ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടെന്ന് പറയുന്ന രോഗം മാത്രമായിട്ട് വരാറില്ല. ചിലപ്പോൾ അത് പ്രമേഹവുമായും അല്ലെങ്കിൽ അഡിസൺസ് ഡിസീസ്, തൈറോയ്ഡ് കംപ്ലയിൻറ്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും വരാറുണ്ട്. തീർച്ചയായിട്ടും. ഈ ഇന്ത്യക്കാരിലാണോ യഥാർത്ഥത്തിൽ വെള്ളപ്പാണ്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, അതോ വിദേശ രാജ്യങ്ങളിലും വെള്ളപ്പാണ്ട് ഉണ്ടാകാറുണ്ട്? നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലുള്ള ചില ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ശരീരം മൊത്തം വെള്ളപ്പാണ്ട് വന്നു കഴിഞ്ഞാലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കളർ ഡിഫറൻസ് പലപ്പോഴും അവർക്കുണ്ടാകും. അത് വെളുത്ത വർഗ്ഗക്കാരിൽ വെള്ളപ്പാണ്ട് വന്നിരുന്നാലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും അവർ എന്താ പറയുക, അവരുടെ സ്കിന്നിൻ്റെ ഒരു നോർമൽ ടോൺ പോലെ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ കറുത്ത വർഗ്ഗക്കാരിൽ, അതായത് ഒരു ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ താമസിക്കുന്നവരിൽ കറുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് തന്നെ, ഇരുണ്ട നിറമുള്ളവരായതുകൊണ്ട് തന്നെ അവരിൽ ഈ കംപ്ലയിൻറ്റ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ ഇത് കൂടുതലുണ്ടെന്ന് പറയേണ്ടി വരും. സ്ത്രീ പുരുഷ വ്യത്യാസം ഈ വെള്ളപ്പാണ്ടിന് യഥാർത്ഥത്തിലുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരേപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഈ കെമിക്കലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ട്. ഇപ്പോൾ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചില കെമിക്കൽ സ്റ്റോറുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കെമിക്കലോ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രീക്വൻ്റായിട്ട് ഇത്തരം സിമെൻറ്റോ അല്ലെങ്കിൽ മറ്റത്തരം പലതരത്തിലുള്ള കെമിക്കലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ അവരുടെ ഇടയിൽ വെള്ളപ്പാണ്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഏതെങ്കിലും അർത്ഥമുണ്ടോ? കെമിക്കലുകളുമായി ടച്ചുള്ളവർക്ക്, അത് ഈ ഒരു ജോലി ചെയ്യുന്നവരിൽ മാത്രമല്ല, തലമുടി നരച്ചു കഴിഞ്ഞാൽ ഡൈ ചെയ്യുന്നവർ പോലും കെമിക്കലുമായി സ്കിന്ന് ഡയറക്റ്റ് ടച്ച് വരുന്ന ആൾക്കാരാണ്. അവർക്ക് എല്ലാം തന്നെയും ഇതിൻ്റെ സാധ്യത കൂടുതലായി തന്നെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വെള്ളപ്പാണ്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? രോഗിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കാണാൻ ഒരു വൈഷമ്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ചൊറിച്ചിലോ വേദനയോ എന്തെങ്കിലും ഈ വെള്ളപ്പാണ്ട് അനുബന്ധിച്ചുണ്ടാകാറുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും രോഗികൾ ഒരു നിറവ്യത്യാസം എന്നതിൽ കവിഞ്ഞ് ഈ ഒരു അസുഖം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ വർഷങ്ങളിരിക്കാൻ കാരണം ഇത് മറ്റൊരു ലക്ഷണവും ഉണ്ടാക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇത് പലപ്പോഴും ഒരു ചെറിയൊരു പാട് വ്യത്യാസം എന്നല്ലാതെ മറ്റൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ പുകച്ചിലോ വേറെ ഒരു ലക്ഷണവും കാണിക്കാറില്ല. ചിലരിൽ തൈറോയ്ഡ് കംപ്ലയിൻറ്റ്, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ശരീരത്തിൽ കാണുന്ന ചില ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില അഡിസൺസ് ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, ടൈപ്പ് 1 ഡയബറ്റീസ് എന്നീ രോഗങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇത് കാണാറുണ്ട്. ഇതെങ്ങനെയാണ് തുടക്കത്തിൽ സംഭവിക്കുന്നത്? നമ്മളൊരു വലിയ പാടായിട്ടാണോ യഥാർത്ഥത്തിൽ വരിക? അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഏതൊരു വലിപ്പത്തിലായിരിക്കും ഇതുണ്ടാകുക? നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ നമുക്ക് പറയാം, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത ശരീരഭാഗങ്ങൾ ഒരു പക്ഷേ കാണുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും. അതെ,
സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് സാധാരണ നോർമലായിട്ട് സ്കിന്നിന് നിറം നൽകുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ അതിൻ്റെ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ നിർത്തുകയില്ലെങ്കിൽ ആ കോശങ്ങൾ നശിച്ചു പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഇത് സൃഷ്ടിക്കുന്നത്. സാധാരണ ആദ്യം ഒരു പിൻ പോയിൻ്റ് പോലെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. സൂചിക്കുത്ത് പോലെ ഒരു ചെറിയ സ്പോട്ട് പോലെ കാണാം. അത് ഒരുപക്ഷെ വലുതാകാം, ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ അടുത്തടുത്തുള്ള ചില ഭാഗങ്ങൾ സൂചിക്കുത്ത് വന്നിട്ട് അത് എല്ലാം ഒരുമിച്ച് ഒരു വലിയ പാടായിട്ട് മാറുന്നത് കാണാറുണ്ട്. ചിലരിൽ ചുണ്ടിൽ, നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, പലരിലും ചുണ്ടിൽ ഒരു നിറവ്യത്യാസം കാണാറുണ്ടാവും. ഒരുപക്ഷെ അവർ തിളച്ച ചായ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ചുണ്ട് പൊള്ളിയത് കൊണ്ടെന്നോ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ടത് വന്നെന്നോ ഒക്കെ അവർ ന്യായം പറയുമെങ്കിലും ചുണ്ടിൽ നോക്കിയാൽ അവർക്കത് ഒരു ല്യൂക്കോഡെർമ അല്ലെങ്കിൽ ഒരു വെള്ളപ്പാണ്ടിൻ്റെ ചെറിയ തുടക്കം കാണാറുണ്ട്. അതെ, സാധാരണഗതിയിൽ ഒരു പൊട്ടായിട്ട് തുടങ്ങിയത് ശരീരമാസകലനം മാറുമോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്കെങ്കിലും ചെറിയ പൊട്ടായിട്ട് തുടങ്ങി ആ പൊട്ടായിട്ട് തന്നെ അവശേഷിച്ച് പോകാറുണ്ടോ? ഇത് സാധാരണഗതിയിൽ ഒരു ജനറ്റിക്കൽ, ഒരു പാരമ്പര്യ രോഗമായി വന്നാലോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളെ സ്ട്രെസ്സ് പോലുള്ള മാനസിക പിരിമുറുക്കം പോലുള്ള ഘടകങ്ങൾ ഉത്തേജിപ്പിച്ചാലോ ഇത് പെട്ടെന്ന് തുടങ്ങാറുണ്ട്. ചിലരിൽ ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാം. ഒരു 2 വർഷം കൊണ്ട് ചിലപ്പോൾ ഒരു ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു പാച്ചിലേക്ക് മാറിയെന്ന് വരാം. ചിലരിൽ ഒരു 10 വർഷം കൊണ്ട് വളരെ ചെറിയ രീതിക്ക് ഒരു ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യാം. അത് ചിലരിൽ ഒരു ശരീരം മൊത്തം വരുന്ന ഒരു കണ്ടീഷനും വരാം. ല്യൂക്കോഡെർമ ടോട്ടാലിസ് എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. ചിലരിൽ വളരെ സ്പോട്ടുകളായി മാത്രം കാണപ്പെടാറുണ്ട്. എന്നാലും ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് പുറത്ത് കാണുന്ന വെയിലേൽക്കുന്ന ഭാഗങ്ങളിലായിട്ടാണ് ഇത് കൂടുതലും വരുന്നത്. പക്ഷേ ഒരു മലദ്വാരത്തിന് ചുറ്റുമോ ഇല്ലെങ്കിൽ ജെനിറ്റൽ ഏരിയയിലോ ഇത് വരുന്നതും കുറവല്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു വെള്ളപ്പാണ്ട് എന്ന് തോന്നുന്ന തരത്തിലൊരു ശരീരത്തിൽ പാടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? പല ആൾക്കാരും ഇത് ഒരു പക്ഷേ പ്രായമായ ആൾക്കാർ, ഒരു 50 വയസ്സോ 55 വയസ്സോ കഴിഞ്ഞ ആൾക്കാർ വിചാരിക്കും കുഴപ്പമില്ല, ഇത് 1-2 പൊട്ടൊക്കെ ഉണ്ട്, അത് വലുതായിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിന് ഒരു മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ചികിത്സിക്കണം എന്നില്ലാതെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറെ പോയി കാണാറുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ശരീരത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടില്ലാത്ത തരം പാടുകൾ ശ്രദ്ധിക്കപ്പെടാതെയും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ല. ഇതിനകത്ത് സംഭവിക്കുന്നത് ഈ അസുഖമുള്ള ആളിൽ ഇത് സ്വയം ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിയും മറ്റുള്ളവർ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഈ കണ്ടീഷൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസിക അസ്വസ്ഥത, അതാണ് പലപ്പോഴും അവരെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും പുറത്ത് കാണാത്ത ഒരു സ്ഥലങ്ങളിലാണെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങളോളം അവരിത് ശ്രദ്ധിക്കാതെ ഇരുന്നു എന്ന് വരാം. പക്ഷേ പുറത്ത് കാണുന്നൊരു സ്ഥലങ്ങളിൽ ഇത് വരുന്നു, സ്പ്രെഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണാറുണ്ട്. ചിലർ ഈ കരി പോലുള്ള ചില കെമിക്കലുകളോ അല്ലെങ്കിൽ ചില കോസ്മെറ്റിക് സാധനങ്ങളോ ഉപയോഗിച്ച് ഇത് മറച്ചു കൊണ്ട് വരാറുണ്ട്. സാധാരണഗതിയിൽ ചിലവർക്ക് നെറ്റിയിൽ മുടി നരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആ ഭാഗത്ത് തലയോട്ടിയിൽ സ്കിന്ന് വെള്ള നിറത്തിലാകാറുണ്ട്. ചിലവർക്ക് പുരികത്തിൽ വരാറുണ്ട്, മീശയുടെ ഭാഗത്ത് വരാറുണ്ട്. പക്ഷേ അവരൊക്കെ ഒരുപക്ഷെ ഡൈ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതൽ ഡൈ ചെയ്യുകയോ ഇല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം കരി പുരട്ടിയിട്ട് പുറത്തേക്ക് വരികയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വർഷങ്ങളോളം അവരിത് കൊണ്ട് നടന്നു എന്ന് വരാം. സാധാരണഗതിയിൽ ല്യൂക്കോഡെർമ ഈ ഒരു കാഴ്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ ഒരു മാരക രോഗം എന്നുള്ള ലെവലിലേക്ക് വളരാറില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടെ താമസിക്കുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള വെള്ളപ്പാണ്ടുണ്ടെങ്കിൽ റൂംമേറ്റ്സിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ അയാളുടെ ഒരുപക്ഷെ ചിലപ്പം ഒരു ദിവസം സോപ്പ് ഷെയർ ചെയ്യേണ്ടി വരാം, ചിലപ്പം ഒരു ദിവസം ടവല് ഷെയർ ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ അയാൾ കിടക്കുന്ന അതേ ബെഡിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ബെഡിലോ കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രസ്സ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാട് പകരുമോ എന്നുള്ളത് വളരെയധികം ഭയത്തോടു കൂടി തന്നെ റൂംമേറ്റ് വീക്ഷിക്കാറുണ്ട്. പലരും അത് ഭയത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്. പക്ഷേ അത് അസുഖത്തെ പറ്റിയുള്ള ശരിയായ അവബോധം അവർക്കില്ലാത്തത് കൊണ്ടാണ്. സാധാരണഗതിയിൽ ല്യൂക്കോഡെർമ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടെന്ന് പറയുന്ന രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധി അല്ല. ഇത് അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്ക് വരുന്നതാണ്. ഇപ്പോൾ ഒരു അച്ഛന് ഈ അസുഖമുണ്ടെന്ന് കരുതി കുട്ടികൾക്ക് ഇത് വന്നുകൊള്ളണം എന്ന് പോലും നിർബന്ധമില്ല. ഭാര്യയ്ക്കും ഇത് പകരില്ല. ക്ലോസ് കോണ്ടാക്റ്റ് കൊണ്ട് ഇത് പകരാറില്ല. അവരുടെ ശരീരത്തിൽ തന്നെ ഒരുപക്ഷെ ഇത് കൂടുതൽ പടരുമെങ്കിലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരിക്കലും ഈ തരത്തിലുള്ള ചെറിയൊരു വെള്ളപ്പാണ്ട് കഴിഞ്ഞാൽ ഈ ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് സാധിക്കുമോ, അതോ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വലിയൊരു പാടായിട്ട് ചികിത്സിക്കുന്നതാണോ എപ്പോഴും നമുക്ക് ഒരു എളുപ്പം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അസുഖം ചെറുതായിരിക്കുമ്പോൾ ചികിത്സിക്കുന്നത് തന്നെയാണ് എളുപ്പം. ഇത് ചികിത്സ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മാസത്തിൽ തുടങ്ങി ഏതാണ്ട് വർഷങ്ങളോളം നീളുന്ന ചികിത്സയാണ് എല്ലാ ചികിത്സാ രീതിയിലും, അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലുമുള്ളത്. അലോപ്പതിയിലാണെങ്കിൽ ക്രീംസ് ഉണ്ട്, ക്രീംസ് പുരട്ടിയിട്ട് അവർ വെയിൽ കൊള്ളാൻ പറയും, ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നൽകുന്ന ചില സ്റ്റിറോയിഡ് തെറാപ്പീസ് ഉണ്ട്. ഹോമിയോപ്പതിയിലാണെങ്കിൽ ആ ഭാഗത്തെ കോശങ്ങൾക്കുണ്ടാകുന്ന ഈ മെലാനിൻ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെ തിരിച്ച് ഉത്തേജിപ്പിച്ച് തിരിച്ച് പഴയതുപോലെ
രൂപത്തിലാക്കി കൊണ്ടുവരാൻ സാധിക്കും. ആയുർവേദത്തിലും അതുപോലെ പ്രകൃതി ചികിത്സയിലുമെല്ലാം സിമിലർ ചികിത്സാ രീതികളുണ്ട്. ഏതിനാണെങ്കിലും അവർക്ക് രോഗിക്ക് എത്രത്തോളം നേരത്തെ ഡോക്ടറെ കാണാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് അവർക്ക് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരാം. സാർ, വെള്ളപ്പാണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്ത് പോയി ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, ഇങ്ങനെ പല ചികിത്സാ രീതികൾ അവലംബിച്ചിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ അതിന് ഒരു കുറവും വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ പ്രോഗ്രഷൻ അത് ചെറുതായിട്ട് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറയുന്നതേ ഇല്ല എന്നുള്ള തരത്തിലുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് അത്തരത്തിൽ നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണോ ഈ വെള്ളപ്പാണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്കിൻ കംപ്ലയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ചേഞ്ചസ് വളരെ സ്ലോ ആയിട്ട്, ഈ രോഗം തുടങ്ങുന്നതും സ്ലോ ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് വരുന്ന ഓരോ ചേഞ്ചസും അറിയുന്നത് സ്ലോ ആയിട്ടാണ്. ഇപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പാണ്ട് അല്ലെങ്കിൽ ഒരു പാച്ച് ശരീരത്തിലുള്ളത് ചെറുതായി വരണം എന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കൊണ്ട് മാത്രമേ അവർക്കൊരു കൺസിഡറബിൾ റേഞ്ചിലുള്ള ഒരു ചേഞ്ചസ് അറിയാൻ പറ്റുള്ളൂ. അത് ആദ്യം എടുത്ത ഒരു ഫോട്ടോയും ഒരു മാസം കഴിഞ്ഞെടുത്ത ഫോട്ടോയും തമ്മിൽ നോക്കുമ്പോഴായിരിക്കും അവർക്ക് ആ വ്യത്യാസം മനസ്സിലാകുക. കാരണം അവർ ഡെയിലി കാണുന്നത് കൊണ്ട് ഒരു റാപ്പിഡായിട്ടുള്ള വ്യത്യാസം ഒരു ചികിത്സാ രീതിയിലും ലഭ്യമാകുകയില്ല. പക്ഷേ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ എത്രയും നേരത്തെ ഡോക്ടറെ കാണുന്നു എന്നനുസരിച്ചിരിക്കും. പക്ഷേ ഇത് ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുതരം പ്രതിരോധ കോശങ്ങൾ ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ അത് പ്രൊഡ്യൂസ് ചെയ്യാതെ തടഞ്ഞു വയ്ക്കാറുണ്ട്. ആൻറ്റിബോഡി റിയാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ. ആ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉള്ള കേസുകളിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ പലപ്പോഴും ആദ്യം മെഡിസിൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഈ ആൻറ്റിബോഡി നെഗറ്റീവ് ആകുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ഈ മെലാനിൻ പിഗ്മെൻറ്റേഷൻ കൂടി വരും. പക്ഷേ ഈ മരുന്നിനെ ഈ ആൻറ്റിബോഡീസ് ഓവർകം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇത് പിന്നെയും കൂടി വരുന്നത് പോലെ രോഗികൾ പറയാറ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വെള്ളപ്പാണ്ട് നോട്ടീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സാ രീതി പോകുന്നത്? നമുക്കത് ഒരിക്കൽ ചികിത്സിച്ച് ഭേദമാക്കി നമുക്കിപ്പോൾ പനിയോ അല്ലെങ്കിൽ വേറൊരു സ്കിൻ ഇൻഫെക്ഷൻ പോലെ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് മാറുകയും ഇനി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു അസുഖമല്ല വേറൊരു അസുഖമാണ്, അല്ലെങ്കിൽ ഈ അസുഖം ഉള്ള അസുഖമല്ല വീണ്ടും തിരിച്ചു വന്നത്, വീണ്ടും ഒരു സ്കിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയൊരു അസുഖമായിട്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളപ്പാണ്ട് അതുപോലെ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? 100% ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നാണ് വൈദ്യശാസ്ത്രം ഇതുവരെ വിധി എഴുതിയിരിക്കുന്നത്. പക്ഷേ ചികിത്സിച്ച് ഭേദമായി പിന്നെ വർഷങ്ങളോളം തിരിച്ച് വരാതിരിക്കുന്ന കേസസ് ധാരാളം കണ്ടിട്ടുണ്ട്. അത് ഓരോ കേസിനെ ഡിപ്പെൻഡ് ചെയ്തേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം, അതായത് ഒരു വെള്ളപ്പാണ്ട് വരുന്ന ഒരാൾക്ക് ഇത് എന്തുകൊണ്ട് വന്നു, ഏത് സാഹചര്യങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ വളരെ ഡീറ്റെയിലായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ചിലവർക്ക് പാരമ്പര്യമാകാം, ചിലവർക്ക് ചില മരുന്നുകളോടുള്ള റിയാക്ഷൻ കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൈ ചെയ്യുന്നതിൻ്റെ അലർജി കൊണ്ട് തുടങ്ങിയ കേസുകളുണ്ട്. ചിലവർക്ക് ഉള്ളിൽ കഴിക്കുന്ന ചില മരുന്നിൻ്റെ റിയാക്ഷനാകാം, ചിലവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആകാം. ഇങ്ങനെ ഏത് കണ്ടീഷനാണെന്ന് നോക്കി അത് നോക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ പലപ്പോഴും ഇത് ഗുണം ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ഥിരമായി പുക വലിക്കുന്നവർക്ക് ചുണ്ടിൽ വന്നിട്ടുണ്ട്, അതായത് ഒരു കോണ്ടാക്റ്റ് അലർജി കൊണ്ടാണ് അവർക്കത് വന്നതെങ്കിൽ ആ അലർജി ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ വെയിൽ ഏൽക്കുന്ന ഒരു ഭാഗത്തുണ്ടാകുന്ന ചെറിയ സൺബേൺ, അതായത് തീപ്പൊള്ള, വെയിലിൻ്റെ പൊള്ളൽ ചെറുതായിട്ട് ഇതിനെ ട്രിഗർ ചെയ്യാറുണ്ട്. അതാണ് സാഹചര്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഒഴിവാക്കണം. ഇതുപോലെ ഒഴിവായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്കിത് പിന്നെയും വരുന്നത് തടയാൻ സാധിക്കാറുണ്ട്. വൈറ്റമിൻ സി ചേർന്ന ഫ്രൂട്ട്സ്, അതായത് പുളിപ്പുള്ള ഭക്ഷണങ്ങൾ പലപ്പോഴും ഇതിനെ ട്രിഗർ ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഗ്രോത്ത് കൂട്ടുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതാണ് രോഗിക്ക് പ്രോബ്ലം നോക്കി അവോയ്ഡ് ചെയ്താൽ അത് പിന്നെയും വരുന്നത് ഒഴിവാക്കാം. ഈ വെള്ളപ്പാട്ടിനെ മിമിക് ചെയ്തുകൊണ്ട് വെള്ളപ്പാണ്ട് പോലെ നമുക്ക് തോന്നപ്പെടും മറ്റേതെങ്കിലും അസുഖമായിട്ട്, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലുള്ള അസുഖമായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഇൻഫെക്ഷനായിട്ടോ വെള്ളപ്പാണ്ട് പോലെ അനുകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ധാരാളം രോഗങ്ങളുണ്ട്. അതായത് സാധാരണ ഒരു മുറിവ് വന്ന് ഉണങ്ങുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. പൊള്ളലേറ്റ പാടുകളുണ്ട്, അതുപോലെ ചുണങ്ങ്, പിറ്റീരിയാസിസ് എന്ന് പറയുന്ന ചില അസുഖങ്ങൾ, ടീനിയ, അതായത് ചില ഫംഗൽ ഇൻഫെക്ഷൻസ്, സ്കിന്നിൽ വരുന്ന ചില ഫംഗൽ ഇൻഫെക്ഷൻസ്, പിന്നെ സാധാരണ ആൾക്കാർ തേമരെന്ന് വിളിക്കുന്ന കണ്ടീഷൻസ്, ഇതെല്ലാം തന്നെ ഇത്തിരി കറുത്ത നിറമുള്ള ഒരാൾക്കാർക്ക് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ വെള്ളപ്പാണ്ട് പോലെ ഇരിക്കും. അതുപോലെ ആൽബിനിസം, ശരീരത്തിലുള്ള ഈ മെലാനിൻ പിഗ്മെൻറ്റേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു ജനറ്റിക് കണ്ടീഷൻ, ഇതിനെല്ലാം തന്നെ ഒറ്റ നോട്ടത്തിലെല്ലാം കാഴ്ചയ്ക്ക് വെളുത്ത നിറമാണ്, ആൾക്കാർ വെള്ളപ്പാണ്ടെന്ന് വിളിക്കുകയും ചെയ്യും. ചിലവർക്ക് സോറിയാസിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻ ഇതുപോലെ വെള്ളപ്പാണ്ട് പോലുള്ളൊരു കണ്ടീഷനാണ്. അത് വന്നിട്ട് മാറുന്ന പാടുകളും പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്.
അതൊന്നും ഈ അസുഖമല്ല. അതെല്ലാം പേഷ്യൻ്റ് ഒരു ഹിസ്റ്ററി ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഏതെങ്കിലും അസുഖത്തിനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളപ്പാണ്ടുകൾ ഉണ്ടാകാറുണ്ട്? അതിനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നത് കുറവാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ശരീരത്തിനകത്തൊരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ പ്രോബ്ലമായിട്ടുള്ള കേസുകൾ ഇത് പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് ഈ ഒരു അസുഖമായിട്ട് വരുന്നവരിൽ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാനും തൈറോയ്ഡ് ചെക്ക് ചെയ്യാനും ഒക്കെ പറയാറുണ്ട്. ചിലവർക്ക് കാൽഷ്യം ബോൺ പ്രോബ്ലം ഉള്ളവരിലും ഇതുപോലുള്ള സിംറ്റംസ് കാണിച്ചു വന്നു വരാം. ഒരിക്കലും ഈ ഒരു ഹോമിയോപ്പതിക് മെഡിസിൻ ഈ വെള്ളപ്പാണ്ടിന് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചില ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ പോയി ഒരു ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് എടുത്തു, അത് അത്ര എഫക്റ്റീവായിട്ട് കുറയുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു പാണ്ടുണ്ടെങ്കിൽ വളരെ സാവധാനം മാത്രം ചുരുങ്ങുകയേ ഉള്ളൂ. പൊതുവേ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ശരീരത്തിൽ നശിച്ചു പോയ മെലാനിൻ കോശങ്ങളെ പുതിയതായി വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ടൈം പ്രോസസ്സ് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനിലും ഉണ്ടാകും. സോ ഹോമിയോപ്പതിയിലും അത് തന്നെയാണ് സംഭവിക്കുക. ഒരു പേഷ്യൻ്റിന് ഒരു ചേഞ്ച് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു 2 മാസമെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ കൊച്ചുകുട്ടികൾ കാണാറുണ്ട്, 8-10 വയസ്സ് ഉള്ള പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ദേഹത്ത് വരുന്ന ല്യൂക്കോഡെർമ, ഈ പാടുകൾ കാണാറുണ്ട്. അതെല്ലാം മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ മരുന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് അറിയാൻ സാധിക്കും. പിന്നെ പേഷ്യൻറ്റിൻ്റെ ഓരോ വിസിറ്റിലും പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് നോക്കിയിട്ട് ചിലപ്പോൾ മരുന്നുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് തുടർച്ചയായും പൂർണ്ണമായും വിട്ടുമാറണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള തുടർ ചികിത്സ കൊണ്ടേ സാധിക്കത്തുള്ളൂ. അതിന് എത്രത്തോളം പേഷ്യൻസ് റെഡിയാകുന്നു എന്നുള്ളത് എല്ലാ സിസ്റ്റത്തിലുമുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ഈ വെള്ളപ്പാണ്ടുള്ള സ്ഥലത്ത് ഈ വെയിലേൽക്കുന്നത് നല്ലതാണോ? രാവിലെയും വൈകിട്ടുമുള്ള ഇളം വെയിലേൽക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം അൾട്രാവയലറ്റ് റേസ്, കാലാവസ്ഥയിലുള്ള അൾട്രാവയലറ്റ് റേസ് ഒരു പരിധിവരെ ഇതിൻ്റെ മെലാനിൻ പിഗ്മെൻറ്റേഷൻ വർദ്ധിപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റേതായുള്ള സൈഡ് എഫക്ട്സും ഉണ്ട്. അതുകൊണ്ട് ആണ് എപ്പോഴും കടുത്ത വെയിലല്ല, സൂര്യതാപം ഏൽക്കുന്ന തരത്തിലുള്ള വെയിലല്ല, രാവിലെയും വൈകിട്ടുമുള്ള ഇളം വെയിൽ ഈ ഒരു ഭാഗത്ത് കൊള്ളുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശരീരമാസകലനം വെള്ളപ്പാണ്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു സ്വദേശിയെ കണ്ടു കഴിഞ്ഞാൽ പോലും വിദേശിയാണെന്ന് പറയത്തക്ക തരത്തിലേക്ക് വെള്ളപ്പാണ്ടുകൾ മാറിയിട്ട്, അല്ലെങ്കിൽ സ്കിന്നിനകത്ത് യാതൊരുവിധ കറുപ്പ് കളറും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു കാണാനുള്ള ഒരു വൈഷമ്യത്തിലേക്ക് അപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്? ഇവർക്ക് പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും സൊസൈറ്റിയിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ആൾക്കാർ ഇവരെ കാണുന്നത് ഒരു പ്രത്യേക ജീവി വരുന്നത് പോലെ ആൾക്കാർ ഇവരെ കാണാറുണ്ട്. സോ മനസ്സിന് അത്യാവശ്യം ധൈര്യമുള്ളവരല്ലെങ്കിൽ ഈ അസുഖത്തിനെപ്പറ്റി അറിയാമെന്നുള്ളവരാണെങ്കിൽ ഒരു വിഷയം മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എത്ര പേരുണ്ട്, ചെറിയൊരു മുഖത്തൊരു മുഖക്കുരു വന്നാൽ പോലും അത് ചികിത്സിച്ച് മാറ്റാതെ ഒരു ക്യാമറയെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യാനോ മടിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥ അവർക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 5-10 വർഷം വെള്ളപ്പാണ്ട് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ധാരാളം കാണാറുണ്ട്. ഈ വെള്ളപ്പാണ്ടുള്ള അല്ലെങ്കിൽ ശരീരമാസകലനം വെള്ളപ്പാണ്ടുള്ള ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ വെയിലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇത്തരം രോഗികളിലും ഉണ്ടാകാറുണ്ട്. സാധാരണ വെയിലേൽക്കുന്ന ഭാഗങ്ങളിൽ മെലാനിൻ പിഗ്മെൻറ്റേഷൻ കുറവാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാൽഷ്യം മെറ്റബോളിസം ശരീരത്തിൽ ചിലവർക്ക് ഓൾട്ടറേഷൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ആൾക്കാർ, അതുപോലെ സിറം കാൽഷ്യം ലെവൽ നോർമലാണോ എന്ന് ഇത്തരം രോഗികൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നമുക്കറിയാം? ഈ കാഴ്ചയിലല്ലാതെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഈ രോഗങ്ങൾ നിർണ്ണയിക്കാനായിട്ട് വേണ്ടി വരുമോ? ഇല്ല, പ്രത്യേകിച്ച് കാഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇത് വരുന്നുണ്ടോ എന്നറിയാനായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നല്ലാതെ നമുക്ക് ചികിത്സയിലുള്ള പ്രോഗ്രസ് അറിയണം എന്നുണ്ടെങ്കിൽ രോഗിയിൽ വരുന്ന വ്യത്യാസം തന്നെയാണ് ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ പലതരത്തിലുള്ള ലേപനങ്ങൾ ഈ വെള്ളപ്പാണ്ടുകളുമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ലേപനങ്ങൾ എത്ര പരിധി വരെ നമുക്ക് ഇതിനെ ചെറുക്കും? എന്താ പറയുക, വളരെ ഹെവി എഫക്റ്റ് ഒരു ലേപനങ്ങൾക്കും നൽകാൻ സാധിക്കുകയില്ല. ഇംഗ്ലീഷ് മെഡിസിൻ, അലോപ്പതിയിൽ സ്റ്റിറോയിഡ് ചേർന്നിട്ടുള്ള ചില ഓയിൻമെൻറ്റുകൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ, ശരീരത്തിൽ ആ ഭാഗത്തുള്ള ആൻറ്റിജൻ റിയാക്ഷൻ, ആൻറ്റിബോഡി റിയാക്ഷൻ ഒന്ന് കുറയ്ക്കുക എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി സാധാരണ ഉപയോഗിക്കുന്ന ലേപനങ്ങളുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡി ചേർന്നിട്ടുള്ള ചില ക്രീമുകൾ അവൈലബിളാണ്. ഇവയെല്ലാം ഒരു പരിധിവരെ ഇതിൻ്റെ സ്പ്രെഡ്
കുറയ്ക്കുന്നതിന് സഹായിക്കാറുണ്ട്. പിന്നെ ഒരു രാവിലെയും വൈകുന്നേരവും വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ പുരട്ടിയിട്ട്, അതായത് ചില വൈറ്റമിൻസ് ഉണ്ട് ശരീരത്തിൽ പുരട്ടിയിട്ട് വെയിൽ കൊള്ളുന്നത് ഒരു പരിധിവരെ സൺ ടാൻ, അതായത് വെയിലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ കറുക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സൺ ടാനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ഓയിൻമെൻറ്റുകളുണ്ട്. സാധാരണഗതിയിൽ ശ്രദ്ധിച്ചാലറിയാം, കടൽ തീരത്ത് സായിപ്പും ആൾക്കാർ വന്ന് ഈ ക്രീം തേച്ചിട്ടാണ് വന്ന് കിടക്കുന്നത് സൺ ടാനിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു. സാർ, ഈ വെള്ളപ്പാണ്ടുമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ മുന്നിലുണ്ടാകും, ഒരുപക്ഷെ ചികിത്സിച്ചും ചികിത്സിക്കാതെയും. അപ്പോൾ അവരോട് ഡോക്ടർക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ചികിത്സിക്കേണ്ട രോഗമാണ് എന്ന ഒരു അവയർനെസ് വേണം. സാരമില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിലിത് വർഷങ്ങൾ പഴകിയിട്ട് അവസാനം പുറത്ത് കാണുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് ഇത് വരുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞാൽ ഏത് രോഗവും ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള, അതായത് മനസ്സിന് ധൈര്യം ആണിതിന് പ്രധാനം. ചികിത്സ തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യുക. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ചികിത്സ, ഏത് സിസ്റ്റവും നിങ്ങൾക്ക് ഗുണപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സാധാരണഗതിയിൽ എത്ര നാൾ വേണ്ടി വരും? ചെറിയ രീതിയിലുള്ള വെള്ളപ്പാണ്ടുകളാണെങ്കിൽ എത്ര നാൾ വേണ്ടി വരും? ഇതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തന്നു, അപ്പോൾ ഈ മരുന്ന് തന്നെ വീണ്ടും ജീവിതകാലം അല്ലെങ്കിൽ വർഷങ്ങളോളം കഴിച്ചതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ചെറിയ സ്പോട്ടൊക്കെ ഉള്ളൂ എങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു മരുന്ന് കഴിച്ചൊരു 2 ആഴ്ച മുതൽ ഒരു 1.5 മാസം കൊണ്ട് നല്ല രീതിക്കുള്ള വ്യത്യാസം കാണാൻ സാധിക്കും. വ്യത്യാസം എന്ന് പറയുമ്പോൾ പാച്ച്, നമുക്ക് ഈ വരുന്ന പാച്ചിനകത്ത് കറുത്ത പൊട്ടുകൾ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ അതുപോലെ ഈ പാച്ചിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നത് അറിയാൻ പറ്റും. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ മരുന്ന് തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യുക. ഡോക്ടർ പറയുന്ന ഭക്ഷണ രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കുക. ടെൻഷൻ തന്നെയാണ് ഈ ല്യൂക്കോഡെർമ പ്രിസിപിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമായി എല്ലാ ശാസ്ത്രങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനുള്ള ചികിത്സാ രീതികളും കൂടെ അതിന് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നേരിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിക്കുന്നവർ തീർച്ചയായും കൗൺസിലിംഗ് പോലുള്ള ചില മെൻ്റൽ സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. സാറിൻ്റെ തിരക്കേറിയ സമയത്തും പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വെള്ളപ്പാണ്ട് എന്നുള്ളൊരു അസുഖത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.